സുധാകരൻ ജനങ്ങൾക്ക് ആക്സെപ്റ്റബിൾ ആണെന്നുള്ളതുകൊണ്ട് പാർട്ടികളെ നിർത്തണേ. അതെ. അല്ലെങ്കിൽ പാർട്ടി നിർത്തൂല്ലോ. വേറെ പല നേതാക്കളെയും പാർട്ടി നിർത്തിയില്ലല്ലോ. നിർത്തിയ പാർട്ടി നേതാക്കളെ ജനങ്ങൾ ജയിപ്പിച്ചില്ലല്ലോ. അപ്പോൾ ഇപ്പൊ പൊതുവെ തന്നെ CPM-നകത്തുള്ള ഒരു സംഘർഷമുണ്ട്. ആ സംഘർഷത്തിൽ നിലവിലുള്ള നേതൃത്വത്തിനെതിരെ, അത് ജില്ലാ നേതൃത്വവും സംസ്ഥാന നേതൃത്വവും, ആലപ്പുഴയിൽ ജില്ലാ നേതൃത്വവും പൊതുവെ സംസ്ഥാന നേതൃത്വത്തിനെതിരായി വരുന്ന വലിയൊരു വികാരമുണ്ട്. MP ഗോവിന്ദനെ എതിരായി സുധാകരൻ പറയുന്ന കുറെ കാര്യങ്ങൾ. MP ഗോവിന്ദനെ വളരെ പരസ്യമായിട്ടാണ് വെല്ലുവിളിച്ചത്. സുധാകരൻ വർഗവഞ്ചകനാണെന്ന് പറഞ്ഞപ്പോൾ യഥാർത്ഥ വർഗവഞ്ചകൻ MP ഗോവിന്ദനാണ് ഇത് സുധാകരൻ പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞെന്ന് വെച്ചാൽ തൊഴിലാളി വർഗത്തെ വഞ്ചിച്ചിട്ടാണ് നിങ്ങൾ LDF പ്രവർത്തിച്ചത്, അതുകൊണ്ട് നിങ്ങളെ വർഗവഞ്ചകൻ. തൊഴിലാളി വർഗത്തെ വഞ്ചിച്ച പാർട്ടിയുടെ സെക്രട്ടറി എന്ന നിലയിൽ മാത്രമല്ല, സുധാകരനോട് മാർക്സിസം പറഞ്ഞ് ജയിക്കാൻ അത്ര എളുപ്പമല്ല. കാരണം അത്ര അരച്ച് കലക്കി കുടിച്ചിട്ടുള്ള ഒരു നേതാവാണ് സുധാകരൻ. അതുകൊണ്ട് അദ്ദേഹത്തിനോട് താത്വികമായി നിന്ന് പോരാടാൻ പറ്റില്ല, ജനകീയമായി നിന്ന് പോരാടാൻ പറ്റില്ല. പിന്നെ ചെയ്യാവുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇത്തരത്തിൽ ആക്ഷേപിക്കുക എന്നുള്ളതാണ്. ഇപ്പൊ ഒരിക്കൽ അദ്ദേഹത്തെ പറ്റി സലാം പറഞ്ഞല്ലോ, പിണറായി വിജയന്റെ ചെരുപ്പിന്റെ വാറഴിക്കാനുള്ള യോഗ്യത നിങ്ങൾക്കില്ല. അപ്പൊ ഇദ്ദേഹം പറഞ്ഞു, അദ്ദേഹത്തിന്റെ ചെരുപ്പിന്റെ വാറഴിക്കുന്ന പണി ചെയ്യാൻ ആളുണ്ടല്ലോ, അവരുടെ പോലെ യോഗ്യത എനിക്ക് ആവശ്യമില്ല എന്ന് പറഞ്ഞാൽ സലാമിനെ കുത്തിയിട്ട് തന്നെയാ പറഞ്ഞു. തെരഞ്ഞെടുപ്പ് കാലത്ത് തന്നെ വലിയ തോതിൽ വർഗീയമായ ഒരു വിഭജനം ഉണ്ടാക്കാനൊക്കെ ശ്രമം നടന്നിരുന്നു. പക്ഷെ സുധാകരൻ അതൊന്നും വകവെച്ചില്ല. അദ്ദേഹം പറഞ്ഞു, എനിക്ക് മുസ്ലിം പ്രദേശത്തും ഹിന്ദു പ്രദേശത്തും എല്ലാ സ്ഥലത്തും വോട്ട് കിട്ടും. അദ്ദേഹം പറഞ്ഞു ശരിയായിരുന്നു. എല്ലാ ബൂത്തുകളിലും അദ്ദേഹത്തിന് ഹിന്ദു മുസ്ലിം ക്രിസ്ത്യൻ വ്യത്യാസമില്ലാതെ അദ്ദേഹത്തിന് വലിയ ഭൂരിപക്ഷം കിട്ടി. അദ്ദേഹത്തിന് കിട്ടിയെന്ന് മാത്രമല്ല, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പല മണ്ഡലങ്ങളിലും സുധാകരൻ ഇഫക്റ്റ് ഉണ്ടായി. അപ്പൊ CPM-നെ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ സഹിക്കാൻ പറ്റില്ല. അപ്പൊ ഏത് വിധേനയും സുധാകരനെ വ്യക്തിഹത്യ ചെയ്യുക എന്നത് അവരുടെ ഒരു ടാർഗറ്റാണ്. എന്നാൽ അതിന് യോഗ്യതയുള്ള നേതാക്കന്മാർ അവിടെയുണ്ടോ? അതുമില്ല. അതൊരു പ്രശ്നമുണ്ട്. അപ്പൊ CPM-നകത്ത് മറ്റു പലതരത്തിൽ രൂപപ്പെട്ടു വരുന്ന നേതൃത്വത്തിനെതിരായ വികാരത്തിന്റെ പ്രതിരൂപമായി സുധാകരൻ വരുന്നു എന്ന തോന്നൽ അവർക്കുണ്ട്. ആ തോന്നൽ പാർട്ടിയെ വല്ലാതെ ക്ഷീണിപ്പിച്ചിട്ടുണ്ട്. സുധാകരൻ സ്വതന്ത്ര വ്യക്തിയാണ്. UDF-ന്റെ പിന്തുണയോട് ജയിച്ചു സുധാകരൻ പറഞ്ഞു, ഞാൻ കമ്മ്യൂണിസ്റ്റാണ്, ഞാൻ ഇപ്പോഴും കമ്മ്യൂണിസ്റ്റാണ്, ഇന്നും കമ്മ്യൂണിസ്റ്റാണ്. കമ്മ്യൂണിസ്റ്റ് ആയ ഒരാൾക്ക് എന്താ ഒരു ഇവരുടെ പിന്തുണ ജയിച്ചൂടെ? അങ്ങനെയാണെങ്കിൽ സുധാകരൻ ചോദിച്ച വളരെ ലളിതമായ ചോദ്യമുണ്ട്. കേരളത്തിന് പുറത്തൊക്കെ മാർക്സിസ്റ്റുകാർ ജയിച്ചിട്ടുള്ളത് കോൺഗ്രസിന്റെ പിന്തുണയോടുകൂടിയാണ്. തമിഴ്നാട്ടിൽ കോൺഗ്രസിന്റെ പിന്തുണ, രാജസ്ഥാനിൽ കോൺഗ്രസിന്റെ പിന്തുണ, പിന്നെ 4 MP-മാരിൽ 3 MP-മാരും ജയിച്ചിട്ടുള്ളത് കോൺഗ്രസ് പിന്തുണയോടെയാണ് പാർലമെന്റിൽ ഇരിക്കണേ. അപ്പൊ അതുകൊണ്ട് കോൺഗ്രസിന്റെ പിന്തുണ നേടി എന്നത് ഞാൻ എന്നെ കമ്മ്യൂണിസ്റ്റ് അല്ലാതാക്കുന്നില്ല. ഇത് ഇപ്പോ CPM-കാർക്ക് നേരിടാൻ വലിയ വിഷമം. സുധാകരനെ നേരിടുന്ന എളുപ്പമല്ല. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ ഈ പറഞ്ഞ മാതിരിയുള്ള വ്യക്തിപരമായ കാര്യങ്ങൾ പറയുക, അല്ലെങ്കിൽ ആക്ഷേപഹാസ്യം പറയുക, അദ്ദേഹത്തിന് പൊങ്കാലയിടുക. ഇപ്പോ ഈ CPM സഖാക്കൾ, സൈബർ സഖാക്കൾ മനസ്സിലാക്കാത്ത ഒരു കാര്യം, അവര് പൊങ്കാലയിട്ട് ജനങ്ങൾ അവരുടെ പൊങ്കാലയെ അംഗീകരിക്കുന്നില്ല.